വെൽക്കം ടു മർവാസ് ലിറ്റിൽ ഹാർട്ട്സ്. അസ്സലാമു അലൈക്കും. സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ബറി അപ്പ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് റെസിപ്പിയാണല്ലോ അല്ലേ ബറി അപ്പ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുട്ടികൾക്ക് വരെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് യൂസ് ചെയ്യാം. ഇതിൽ ഐസ്ക്രീമൊക്കെ ഇടാണ്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ തൈരും എല്ലാതും നട്ട്സും ഓട്സൊക്കെ ഉള്ള കാരണം നമുക്കതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടി സാധനങ്ങൾ എന്തൊക്കെ നോക്കാം. നമുക്ക് ആദ്യം തന്നെ 1/2 കപ്പ് ഓട്സ് എടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചിനെസ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ തൈര് വേണം. 3 ടേബിൾ സ്പൂൺ തൈരിലേക്ക് 3 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ജാമാണ് ചേർക്കുന്നത്. നമ്മളടുത്ത് ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതരച്ച് ചേർക്കുക. എക്സ്ട്രാ മധുരം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലിപ്പോൾ ജാമായ കാരണം നമ്മൾ വേറെ മധുരം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഞാനിതിൽ മിക്സ് ചെയ്തിട്ട് ഇതിൽ കളറ് കുറവായ കാരണം കുറച്ചൊരു കളറും കൂടി വീഡിയോക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കളറും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ കുട്ടികൾക്കൊക്കെ ആക്കി കൊടുക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ കളറൊക്കെ ചേർക്കാണ്ട് എടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ ബെറി ബേക്കിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇത് റെഡിയായി. നിങ്ങളെടുത്ത് ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർക്കട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് വേറെ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചേർക്കുക. ഞാനിവിടെ ഇപ്പോൾ ഓട്സ്, ബദാം, കാഷ്യൂ, ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത്, ഐസ്ക്രീം ഇത്രയാണ് ചേർക്കുന്നത്. പിന്നെ ഇത് ഈ ഗ്ലാസ്സിലും ചെയ്തെടുക്കട്ടോ. ഞാനിവിടെ കോക്ക് ഇട്ട് വെക്കുന്നൊരു ബോക്സ് ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടെടുത്ത് അതിലാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കിതിനെ സെറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിതിലേക്ക് ആദ്യം തന്നെ ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലേക്കായിട്ട് ബദാം അരിഞ്ഞത്, കാഷ്യൂ, പിന്നെ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ സ്ട്രോബെറി തൈരുള്ള മിക്സില്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കുക. നമ്മളടുത്ത് ചോക്ലേറ്റ് ചിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല സൂപ്പർ ടേസ്റ്റ് ആവും കേട്ടോ. നമ്മളടുത്ത് ഇല്ലാത്ത കാരണം ഇതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വാനില ഐസ്ക്രീം 1 സ്പൂൺ ഒഴിച്ചെടുക്കുക, 1 ടേബിൾ സ്പൂണ്. എന്നിട്ട് സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഓട്സ് ഇതേപോലെ കാഷ്യൂവും ഫ്രൂട്ട്സൊക്കെ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ബെറിയപ്പിൻ്റെ സ്പെഷ്യൽ തന്നെ അതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് ക്രീമൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ. ഇത് എൻ്റേത് ക്രീം ഐസ്ക്രീം ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്തെടുക്കാൻ മറന്ന്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഐസ്ക്രീം നേരത്തെ പുറത്തെടുത്ത് വെക്കുക. നമ്മുടെ ബെറി അപ്പ് റെഡി ആവാനേ എല്ലാം നമുക്ക് വലിച്ചെടുക്കാം. മാഷാ അല്ലാ, നല്ല ഈസി അല്ലേ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നുകൂടെയും പറയാം. 1/2 കപ്പ് ഓട്സ് നന്നായിട്ട് വറുത്തെടുക്കുക. 3 ടേബിൾ സ്പൂൺ തൈര്, 3 ടേബിൾ സ്പൂൺ ജാം, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഏതൊക്കെ ഫ്രൂട്ട്സാണുള്ളത് അത് ചെറുതായിട്ട് അരിഞ്ഞത്, ഐസ്ക്രീം ഇത് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെക്കുക, അത് വലിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ഈസിയാണ്. നമ്മൾ കഴിക്കുമ്പോൾ ഈ ഓട്സിൻ്റെ ഒക്കെ ക്രഞ്ചി, നല്ല ഒരു ക്രഞ്ചി. പിന്നെ നമ്മൾ ചോക്ലേറ്റ് ചിപ്സൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ കടിക്കാൻ കിട്ടും, നല്ല ടേസ്റ്റി ആവും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.